റിച്ച് പേൾസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കളക്ഷൻസ് കാണാം. കട്ട് വർക്ക്സ് ഒക്കെ വന്നിട്ടുള്ള നമ്മൾ കുറച്ച് മുന്നേ പോസ്റ്റ് ചെയ്ത അത് എക്സാക്റ്റ് നമുക്ക് കിട്ടില്ല. ഇതൊക്കെ സിംഗിൾ പീസസ് ആയതുകൊണ്ട് എക്സാക്റ്റ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നല്ല കോട്ടൺ ഫാബ്രിക്കിൽ നല്ല ചെറിയൊരു ഗ്ലേസിംഗ് ഉള്ള സാറ്റിൻ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കട്ട് വർക്ക്ഡ് സെറ്റുകളാണ് ഓരോന്നായി കാണാം. ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ബ്ലാക്ക് ആൻഡ് ഒരു ഒനിയൻ ഷെയ്ഡിലാണ് വരുന്നത്. ഈ ഫ്രണ്ട് പോർഷൻ ഫുൾ കട്ട് വർക്കാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം കട്ട് വർക്കാണ് ഫ്രണ്ട് പോർഷൻ ഫുള്ള്. ഇതിൽ ബാട്ടിക് പ്രിൻ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ട്രൈപ്ഡ് പാറ്റേണിൽ ബാട്ടിക് പ്രിൻറ്റും ത്രൂ ഔട്ട് കട്ട് വർക്കും വരുന്ന ഫാബ്രിക്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഷിഫോൺ ദുപ്പട്ടയും നല്ല ഫ്ലോയിങ് ആയിട്ട് നല്ല ലെങ്ത്തിൽ കിടക്കുന്ന ദുപ്പട്ട, ത്രൂ ഔട്ട് ലേസ് പാച്ചിങ് വരുന്നത് കേട്ടോ. ബോട്ടവും ഇതുപോലെ തന്നെ ചെറിയൊരു ഗ്ലേസിങ് വരുന്ന നല്ല പ്രീമിയം കോട്ടൺ ഫാബ്രിക്കാണ്. നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ്. അതിൽ ഈ ഒരു ഓനിയൻ കളറിൽ തന്നെ ഫ്ലവർ പ്രിൻ്റ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 2100 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നമുക്ക് ഈ ഒരു സെറ്റിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഈ ഒരു കട്ട് വർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു പ്രൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും കട്ട് വർക്ക് വരുന്നുണ്ട്. ഞാൻ 1 ലെയർ എടുത്ത് കാണിക്കാം. ഇങ്ങനെ ത്രൂ ഔട്ട് ഈ ഒരു കട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കും ഇതേ കട്ട് വർക്ക്ഡ് പാറ്റേൺ തന്നെ, ഈ സ്ട്രൈപ്ഡ് പാറ്റേൺ തന്നെയാണ്. നോർമലി നമുക്ക് കുറച്ചും കൂടെ പ്രൈസ് കുറവാകുമ്പോൾ ഫ്രണ്ടിൽ ഈ കട്ട് വർക്കും ബാക്കിൽ പ്ലെയിൻ ആയിട്ട് വരാറ്. ഇത് ത്രൂ ഔട്ട് ഇങ്ങനെയാണ് പാറ്റേൺ. ഈ ഒരു പാറ്റേണിൽ വരുന്ന നെക്സ്റ്റ് ഷെയ്ഡ് കേട്ടോ, നല്ലൊരു ബീട്രൂട്ട് ഷെയ്ഡാണ് വരുന്നത്. ഇതിൽ ടോപ്പ് പോർഷൻ കുറച്ച് ഡാർക്കാണ്. ഇത് ഈ ഷോളിലേക്ക് വരുമ്പോൾ ഷോളും ബോട്ടവും കുറച്ചും കൂടി ഒരു വൈനിഷ്, കുറച്ചും കൂടി ഒരു റെഡിഷ് വൈൻ കളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കോമ്പിനേഷൻ. ത്രൂ ഔട്ട് ഇങ്ങനെ ഈ ഒരു സ്ട്രൈപ്ഡ് പാറ്റേണും ഒപ്പം തന്നെ കട്ട് വർക്കും വരുന്ന നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക് കേട്ടോ. ദുപ്പട്ട ഇതുപോലെ ഷിഫോൺ ദുപ്പട്ടയാണ്, നല്ല സോഫ്റ്റ് ഷിഫോൺ. ത്രൂ ഔട്ട് ഈ ഒരു ലേസ് പാച്ചിങ്. ഇതിൽ വന്നിട്ടുള്ള ഈ ലേസിൻ്റെ ഷെയ്ഡും നമുക്ക് ഈ ടോപ്പിൻ്റെ ഷെയ്ഡും മാച്ചിങ് ആയിട്ട് കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ആ ഒരു ബോട്ടം ആൻഡ് ഷോള് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. പ്രൈസ് സെയിം തന്നെ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലൂവിലാണ് കേട്ടോ. ബ്ലൂവിൽ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ആണ്. ത്രൂ ഔട്ട് ഹക്കോബ കട്ട് വർക്കോട് കൂടിയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്. ഡാർക്ക് ഷെയ്ഡിൽ ലൈറ്റ് ബ്ലൂ പാറ്റേൺ ആണ്. ദുപ്പട്ടയും ഇതുപോലെ നല്ല സോഫ്റ്റ് ഷിഫോൺ വിത്ത് ലേസ് പാച്ചിങ്. ബോട്ടം പീസ് വരുന്നതും ഇതുപോലെ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഫ്ലവർ പ്രിൻ്റ് ത്രൂ ഔട്ട് വരുന്നുണ്ട്. ചെറിയൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് തന്നെയാണ് ബോട്ടം. ഇങ്ങനെയാണ് വ്യൂ. നെക്സ്റ്റ് സെറ്റ് വരുന്നത് നമുക്ക് ആ ഒരു വൈൻ ഷെയ്ഡിൽ നമ്മൾ നേരത്തെ ഒരെണ്ണം കണ്ടിരുന്നു. അത് കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ, ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇത് ഡാർക്ക് ഷെയ്ഡിലൊരു ബ്ലൂ ആണ് ത്രൂ ഔട്ട് വരുന്നത്. വൈനിലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ദുപ്പട്ടയിലും ഇതേ പ്രിൻ്റ് തന്നെയാണ്. ഇങ്ങനെ നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണ് വിത്ത് ലേസ് പാച്ചിങ്. ബോട്ടം പീസും ഇതുപോലെ തന്നെ ഫ്ലവർ ആയിട്ടുള്ള സാറ്റിൻ കോട്ടൺ. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന നെക്സ്റ്റ് സെറ്റുകളാണ് കേട്ടോ. ഇത് ചെറിയ പാറ്റേൺസിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് കട്ട് വർക്ക് തന്നെ ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ടുള്ളൊരു ബാട്ടിക് പ്രിൻ്റാണ് ത്രൂ ഔട്ട് പോകുന്നത്. ത്രൂ ഔട്ട് എംബ്രോയിഡറി വർക്കും ഈ കട്ട് വർക്കും വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ഞാൻ കാണിച്ചു തരാം. ബോട്ടം പീസിലും ഇതുപോലെ സാറ്റിൻ കോട്ടണിൽ ഈ പ്രിൻ്റ് വരുന്നുണ്ട്. ദുപ്പട്ട ഇതുപോലെ ഷിഫോൺ ദുപ്പട്ട. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതും ത്രൂ ഔട്ട് കട്ട് വർക്കോട് കൂടിയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. നമുക്ക് ബോട്ടം പീസിൽ വരുന്ന ആ ഒരു പ്രിൻ്റാണ്, ബാട്ടിക് പ്രിൻ്റാണ് ത്രൂ ഔട്ട് വരുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന നെക്സ്റ്റ് ഷെയ്ഡ് കേട്ടോ, നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ ത്രൂ ഔട്ട് കട്ട് വർക്കും ഈ ഒരു ബാട്ടിക് പ്രിൻറ്റും. നമുക്ക് ബോട്ടം പീസിൽ വരുന്ന ഈ പ്രിൻ്റാണ് ബാക്ക് സൈഡിൽ വരുന്നത്. കട്ട് വർക്ക് ബാക്കിൽ ത്രൂ ഔട്ട് വരുന്നുണ്ട്. ദുപ്പട്ട ഇങ്ങനെ ഷിഫോൺ ദുപ്പട്ട. പ്രൈസ് സെയിം തന്നെ 2100. നെക്സ്റ്റ് സെറ്റ് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒനിയൻ പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ കളർ ചേഞ്ചസ് മാത്രം. എല്ലാം കട്ട് വർക്കും അതുപോലെ പ്രിൻ്റൊക്കെ സെയിം ആണ്. ഷിഫോൺ ദുപ്പട്ട വിത്ത് ബോട്ടം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് കേട്ടോ. ഒരു ലൈറ്റ് ഷെയ്ഡാണ്. വീഡിയോയിൽ ചിലപ്പോൾ ഒരു ഗ്ലോ വന്നാലും ഇത് ആക്ച്വലി കാണുമ്പോൾ നല്ല ലൈറ്റ് ഷെയ്ഡാണ്. ലൈറ്റ് ഗ്രേയിഷ് ബ്ലൂവിൽ ബാട്ടിക് പ്രിൻ്റ് വരുന്ന സെറ്റാണ്. ദുപ്പട്ടയും ഇതേ നല്ല ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ. പീസ്റ്റൽ ഷെയ്ഡിൽ വരുന്നതാണ് ബോട്ടം. നെക്സ്റ്റ് സെറ്റുകൾ കുറച്ച് പാറ്റേൺ ഡിഫറെൻ്റ് ആണ് കേട്ടോ. നല്ലൊരു ഗോൾഡൻ യെല്ലോ, ചെറിയൊരു ഓറഞ്ച്, ഒരു ഗോൾഡൻ യെല്ലോ ആണ് വരുന്നത് കേട്ടോ. തീമഞ്ഞ എന്നൊക്കെ പറയാം. ഇങ്ങനെ ബാട്ടിക് പ്രിൻ്റ് വന്നിട്ട് ലോവർ എൻഡിലേക്ക് വരുമ്പോൾ ലോവർ എൻഡിലാണ് ബാട്ടിക് പ്രിൻറ്റും കട്ട് വർക്കും ലേസും ലോവർ എൻഡിലേക്കാണ് വരുന്നത് കേട്ടോ. ത്രൂ ഔട്ട് സാറ്റിൻ കോട്ടൺ തന്നെ ബാട്ടിക് പ്രിൻറ്റും കട്ട് വർക്ക് വരുന്നത് ലോവർ എൻഡിലാണ്. ത്രൂ ഔട്ട് നല്ല തിക്കായിട്ടുള്ള കട്ട് വർക്ക് തന്നെയാണ്. ബോട്ടവും സാറ്റിൻ കോട്ടണിൽ ഈ ഒരു പ്രിൻ്റ് വരുന്നത്. ഷിഫോൺ ദുപ്പട്ട, ലേസൊക്കെ വെച്ചിട്ടുള്ള ദുപ്പട്ട തന്നെ. ഇതിൽ ചേഞ്ച് വരുന്നത് എന്താണെങ്കിൽ ബോഡി പോർഷനിൽ കട്ട് വർക്ക് വരുന്നില്ല, ലോവർ എൻഡിലാണ്. വേണമെങ്കിൽ ഈ ലോവർ എൻഡിൽ എടുത്തിട്ട് നമുക്ക് യോക്ക് ഐറ്റം കൊടുക്കാം കേട്ടോ. കട്ട് വർക്ക് പോർഷൻ എടുത്തിട്ട് യോക്ക് ഐറ്റം കൊടുക്കാം. ഇങ്ങനെയാണ് വ്യൂ.
ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബാക്ക് പോർഷൻ ഫുൾ ഈ ഒരു സാറ്റിൻ കോട്ടണിൽ പ്രിൻ്റാണ് വരുന്നത്. ഈ ഒരു സെറ്റിന് ഈ സെറ്റുകൾക്ക് പ്രൈസിലും ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ ചിലപ്പോൾ ചെറിയൊരു ചേഞ്ച് ക്യാമറയിൽ കാണും കേട്ടോ. നല്ല ഷെയ്ഡാണ്. ചിലപ്പോഴൊക്കെ നമുക്കിത് എക്സാക്റ്റ് കളർ കിട്ടാറില്ല. ബ്ലൂവിൽ തന്നെ നല്ലൊരു സിയാൻ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് വരുന്ന നല്ലൊരു ഷെയ്ഡാണ്. ഇതുപോലെ അപ്പർ പോർഷൻ ബാട്ടിക് പ്രിൻ്റ് വന്നിട്ട് ലോവർ എൻഡിൽ കട്ട് വർക്കാണ് ത്രൂ ഔട്ട് വരുന്നത്. ലേസ് പാച്ചിങ്ങും വരുന്നുണ്ട്. ഷിഫോൺ ദുപ്പട്ട. ബോട്ടം പീസിലും സാറ്റിൻ കോട്ടണിൽ തന്നെ പ്രിൻ്റ് വരുന്ന ബോട്ടം. പ്രൈസ് വരുന്ന 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഫസ്റ്റ് സെറ്റ് ഈ ഒരു ലൈറ്റ് ഗ്രേയിഷ് ബ്ലൂ സെറ്റാണ് കേട്ടോ. നല്ലൊരു റോയൽ ഷെയ്ഡാണിത്. ശരിക്കും ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക്, നല്ല ലൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കളറാണ്. ഇങ്ങനെ ലോവർ എൻഡിലേക്ക് കട്ട് വർക്കായിട്ട് വരുന്ന സാറ്റിൻ കോട്ടൺ സെറ്റാണ് കേട്ടോ. ഈ ഗ്ലേസ് കോട്ടൺ, സാറ്റിൻ കോട്ടൺ എന്നൊക്കെ പറയുന്നത് നല്ല ബ്രീത്തബിൾ ഫാബ്രിക്കാണ്. ഒട്ടും ചൂടെടുക്കില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാവുന്ന സെറ്റാണ് കേട്ടോ. പിന്നെ കോട്ടൺ സെറ്റുകളെല്ലാം നമ്മൾ കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. വാഷ് ചെയ്യുമ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പം നമുക്ക് ഈ കളറ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, കുറേ നാൾ ഇതേ കളർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ വ്യൂ വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 1950 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ നമ്മൾ 2-3 കാറ്റഗറി കട്ട് വർക്കോട് കൂടിയിട്ടുള്ള സെറ്റുകൾ കണ്ടു. എല്ലാം കോട്ടണിൽ തന്നെ വരുന്ന പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് പ്രോഡക്റ്റിലേക്ക് എത്താം. ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.